ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സൂനോയോ നോമ്പിൻ്റെ 2-ാം ദിവസം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ നിന്നും നാം ധ്യാനിക്കേണ്ട ഏറ്റവും വലിയ സത്യം ദൈവവചനം കേൾക്കുക മാത്രമല്ല, അതിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ സാക്ഷാത്കരിക്കുകയാണ് യഥാർത്ഥ വിശ്വാസം. ദൈവമാതാവ് വചനത്തിൻ്റെ ശ്രോതാവ് മാത്രമായിരുന്നില്ല, വചനത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായിരുന്നു. സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ ദൈവീക അനുഭവവും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായി മനസ്സിലാകാതിരുന്നപ്പോഴും അവൾ ദൈവത്തെ ചോദ്യം ചെയ്തില്ല, മറിച്ച് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വഴിയിൽ മുന്നേറി. അതുകൊണ്ടാണ് അവളുടെ ജീവിതം ദൈവവചനത്തിൻ്റെ മനോഹരമായ വ്യാഖ്യാനമായി മാറിയത്. ഇന്ന് നാം ഒക്കെയും ദൈവവചനം കേൾക്കുന്നവരാണ്. എന്നാൽ ആ വചനം നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും രൂപപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് ചോദിക്കേണ്ട ചോദ്യം. ദൈവവചനം ഹൃദയത്തിൽ വേരൂന്നുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം വളരും, ബന്ധങ്ങളിൽ ക്ഷമ വിരിയും, സമൂഹത്തിൽ സമാധാനം പകരും. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമായി മാറും. ഈ നോമ്പുകാലത്ത് പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ദൈവവചനത്തിന് ഹൃദയം തുറക്കാം, ജീവിതത്തിൽ വിശ്വസ്തയോടെ മുന്നേറാം. ദൈവവചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ജീവനുള്ള സാക്ഷികളായി നമ്മെ മാറ്റുകയും ചെയ്യും. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.